1915 ജനുവരി 6 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതിക്രമം നേരിടുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കായി നിലവിൽ തന്നെ പോരാടുന്ന നിലയിൽ ഗാന്ധിജി പ്രസിദ്ധനുമായിരുന്നു. 1915 എത്തിയെങ്കിലും ആ സമയം ഗാന്ധിജി പ്രത്യേകിച്ച് സമരപരിപാടികളിലോ സംഘടനകളിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം ഈ സമയം ഗാന്ധിജി ഇന്ത്യയിലെ യഥാർത്ഥ ചരിത്രമറിയാൻ എല്ലാ മേഖലകളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗാന്ധിജിയുടെ ഈ യാത്ര. ഏതായാലും ഗാന്ധിജി ഈ സമയം ആദ്യമായി പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ഗാന്ധിജിക്ക് ആ ക്ഷണം ലഭിച്ചത്. അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകാത്ത ഇന്ത്യൻ വരേണ്യവർഗത്തെ ഈ വേദിയിൽ വെച്ച് അവരുടെ മുന്നിൽ തന്നെ ഗാന്ധിജി അതിശക്തമായി വിമർശിക്കുകയുണ്ടായി. തന്റെ രാഷ്ട്രീയം കൂടി വ്യക്തമാക്കുന്ന ഒരു ഇടമായി ഗാന്ധിജി അങ്ങനെ അതിനെ മാറ്റി. ഈ സമ്പന്നതയുടെ അഹങ്കാരവും ആഡംബരങ്ങളും അഴിച്ചുവെച്ച് ഈ നാട്ടിലെ സാധാരണക്കാർക്കായി നിലകൊള്ളണമെന്നും ഈ നാട്ടിലെ സാധാരണക്കാരുടെ പോരാട്ടം മാത്രമേ വിജയത്തിലെത്തൂ എന്നും ഗാന്ധിജി അന്ന് പ്രസ്താവിച്ചു. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് യൂറോപ്യൻ തോട്ടമുടമകൾക്ക് വിശാലമായ നീലം തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കൃഷിക്കാരെല്ലാം തന്നെ കടുത്ത യാതനകളും നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെ കർഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഗാന്ധിജി 1917 അവിടെ ചെല്ലുകയും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ആരംഭിച്ചു. എന്നാൽ അധികാരികൾ ഗാന്ധിജി ഈ മേഖലകളിൽ പ്രവേശിക്കരുതെന്നും ജില്ല വിട്ടു പോകണമെന്നും ഉത്തരവിറക്കി. ഇത് കണക്കിലെടുക്കാത്ത ഗാന്ധിജി ഉത്തരവ് ലംഘിക്കുകയും സത്യാഗ്രഹ സമരം ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ സമരത്തിന് വൻ ജനപിന്തുണ ലഭിച്ചു. അറസ്റ്റ് ചെയ്യുകയും തടവിൽ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പോലും പൊതുജനാഭിപ്രായം മാനിച്ച് ഗവൺമെന്റ് അദ്ദേഹത്തെ വിടുവിക്കുന്നതിനും കർഷകരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടിയും വന്നു. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശങ്ങൾ സൃഷ്ടിക്കാനായി സമിതിയെ നിയോഗിക്കുകയും അതിലൂടെ കർഷകർ അനുഭവിക്കുന്ന പല കഷ്ടതകളെയും മാറ്റുന്ന പുതിയ ഉത്തരവുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം തന്നെ വലിയ വിജയമായി മാറുകയാണ്. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹ പരീക്ഷണം നടന്നത് അഹമ്മദാബാദിലായിരുന്നു. അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ വേതനത്തെ ചൊല്ലി തർക്കമുണ്ടായി. മില്ലുകൾ അടച്ചിട്ടുകൊണ്ട് മുതലാളിമാർ ഇതിനെ നേരിട്ടു. അതോടെ ഗാന്ധിജി മരണം വരെ ഉപവാസമെന്നും 35% വരുമാന വർധനവിൽ കുറഞ്ഞ ഒരു ചർച്ചയിലെന്നും വ്യക്തമാക്കി. 1918 ഫെബ്രുവരിയിലായിരുന്നു ഈ സമരമുണ്ടായത്. ഈ നിരാഹാരം ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം ചലനങ്ങൾ സൃഷ്ടിച്ചു. ഇത് അഹമ്മദാബാദിൽ മിൽ സമരം എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഈ സമരം വിജയിച്ചു. സാധാരണക്കാരായ കർഷകർ ഗാന്ധിജിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാവുകയാണ്. ഗാന്ധിയുടെ മൂന്നാമത്തെ ഇടപെടൽ ഖേദയിലെ കർഷകർക്ക് വേണ്ടിയായിരുന്നു. 1917 ഖേദയിലൊക്കെ വലിയ തോതിൽ വരൾച്ച ബാധിക്കുകയും വൻ കൃഷിനാശവും ഉണ്ടായി. വൻ നഷ്ടം അനുഭവിച്ച കർഷകർ നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അധികാരികളിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. അതോടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി 1918 മാർച്ച് 2 സത്യാഗ്രഹം ആരംഭിച്ചു. ഗവൺമെന്റിന് ഇവിടെയും ഗാന്ധിജിയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഈ ഖേദ സത്യാഗ്രഹ കാലത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ അടുത്ത അനുയായിയാവുന്നതും ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഉയർന്നു വരുന്നതും. അങ്ങനെ ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ സൃഷ്ടിച്ച് ഗാന്ധിജി തന്റെ പേര് അതിവേഗം ഉയർത്തുകയുണ്ടായി. ഏതായാലും ഗാന്ധിജിയുടെ വരവോടെ ജനകീയമായ ഒരു പോരാട്ട വേദി തന്നെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ ഒരു ജനകീയ മുഖം അതോടെ കൈവന്നു. അതുവരെയും വലിയ നേതാക്കളുടെ മാത്രം പ്രസ്ഥാനമായി നിലനിന്നിരുന്ന കോൺഗ്രസ് സാധാരണ ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമായും അങ്ങനെ മാറി തുടങ്ങി. 1916 കാലഘട്ടത്തിൽ ലക്നോ പാക്ടിലൂടെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഇടയിലെ നിർണായക പേരുമൊക്കെയായി ഉയർന്ന മുഹമ്മദ് അലി ജിന്ന സത്യത്തിൽ കോൺഗ്രസുമായി അകലുന്നത് ഗാന്ധിജിയുടെ ഉയർച്ചയോടെയാണ്. രണ്ടുപേരും രണ്ട് ആശയങ്ങളിൽ പ്രവർത്തിച്ചവരായിരുന്നു എന്നതാണ് അതിന്റെ പ്രധാന കാരണം. ആത്യന്തികമായി സ്വയം ഭരണം നേടുക എന്നതാണ് ഇരുവരുടെയും ലക്ഷ്യമെങ്കിലും ഗാന്ധിയുടെ നിസ്സഹകരണ സമരപരിപാടികളിലോടോ സത്യാഗ്രഹത്തോടോ ഒന്നു തന്നെ ജിന്ന യോജിച്ചിരുന്നില്ല. പകരം ജിന്ന ഭരണഘടനാ ഭേദഗതികളിലൂടെ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളിലൂടെ തങ്ങളിലേക്ക് സ്വയംഭരണത്തിന്റെ അവകാശം എത്തിച്ചേരണമെന്ന വിശ്വാസക്കാരനായിരുന്നു. ഒപ്പം ഗാന്ധിജി അതിവേഗം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കിടയിൽ വളരെയധികം പ്രശസ്തനായതോടുകൂടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും ഗാന്ധിജി അവസാന വാക്കെന്ന നിലയിലേക്ക് എത്തുകയുണ്ടായി. 1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ ഇന്ത്യൻ മേഖലകളിൽ തുടർന്നു വന്നിരുന്ന എതിർപ്പുകളെ അടിച്ചമർത്താൻ കരിനിയമങ്ങളും മറ്റും പാസാക്കിയത് ഗാന്ധിജിയിലെ സമരനായകന് തുടക്കം കുറിക്കുന്നതിന് കാരണമായി.
1920 ഗാന്ധിജിയുടെ സമര വഴികളിലൂടെ കോൺഗ്രസും പോകുവാൻ ഐകകണ്ഠേന തീരുമാനമെടുത്തതോടെ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 1918 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവസാന ഘട്ടം ആരംഭിച്ചു എന്ന് പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ ഒരു ജനകീയ വഴിയിലൂടെ നടന്ന ഗാന്ധിയൻ യുഗമായിരുന്നു അത്. അത് അടുത്ത അധ്യായത്തിൽ പറയാം.